ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ രീതിയിൽ ഡി കുര്യാക്കോസ് തന്നെ ജയിക്കുമെന്ന്. അപ്പോൾ ഡീനെക്കുറിച്ച് പ്രത്യേകിച്ച് ആർക്കും ആക്ഷേപമൊന്നുമില്ല. ചെറുപ്പക്കാരനാണ്, ഊർജ്ജസ്വലനാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ട്. കാട്ടാനയുടെ ആക്രമണം മുതൽക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റബ്ബർ വിലയിടിവ്, റബ്ബറിൻ്റെ നാണ്യവിളകളുടെ മൊത്തത്തിലുള്ള വിലയിടിവ്, ജനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം മറിയക്കുട്ടിയുടെ പിച്ചച്ചാട്ടി സമരം അടക്കമുള്ള കാര്യങ്ങൾ ഇലക്ഷനിൽ പ്രതിഫലിക്കും. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത് സാധാരണക്കാർ, തോട്ടം തൊഴിലാളികൾ എല്ലാവരും അസംതൃപ്തരാണ്. ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഭയങ്കരമായിട്ടുമുണ്ട്. അപ്പോൾ ഡീൻ കുര്യാക്കോസ് നല്ല ഇമേജുള്ള ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജയിക്കാൻ പറ്റും. കൂടാതെ അവിടെ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ല, ഇടതുപക്ഷത്തിനകത്ത് പണ്ട് മുതലേ പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ ആണ് ഈ ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല ഒരിക്കലും അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ വലിയ കേന്ദ്രമൊന്നുമല്ല. എറണാകുളത്ത് ഇതിനേക്കാളും എറണാകുളത്തെക്കുറിച്ച് നമ്മൾ വലിയ ചർച്ച ചെയ്യുന്ന, മലപ്പുറത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പിന്നെ ഒരു സാങ്കത്യമുണ്ട്. എറണാകുളത്ത് പേരിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ CPM നിർത്തിയിട്ടെന്ന് മാത്രം. അതിൽ വലിയ ഒരു അത്ഭുതവും അവിടെ നടക്കാൻ പോകുന്നില്ല. പക്ഷെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളമാണ് വലിയ മത്സരം നടക്കുന്നത്. എറണാകുളമല്ല, എറണാകുളമൊക്കെ അപ്രസക്തമാണ്. എറണാകുളവും വലിയൊരു പരിധിവരെ ചാലക്കുടിയും. സി രവീന്ദ്രനാഥ് നല്ല പ്രതിച്ഛായുള്ള ആളാണ്, ഒട്ടും അഴിമതിക്കാരനല്ല എന്ന ഒരു പ്രതിച്ഛായുണ്ട്. പക്ഷെ വെറും പ്രതിച്ഛായ കൊണ്ട് ജയിക്കാൻ പറ്റിയ സ്ഥലവുമല്ല. ബെന്നി ബെഹനാൻ വളരെ ശക്തമായ വിക്കറ്റിലാണ് നിൽക്കുന്നത്. കാരണം പുള്ളി കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മണ്ഡലത്തിലുണ്ട്. പിന്നെ തലയെടുപ്പുള്ള ഒരു നേതാവാണ്. എല്ലാവിധ സമവാക്യങ്ങളും പയറ്റിയ ആളാണ്. പിന്നെ ഇതിന് എറണാകുളം ജില്ല ആണിപ്പോൾ 4 മണ്ഡലങ്ങൾ കൂടുതലുണ്ട്. പിന്നെ സാമുദായികമായിട്ടും ബെന്നിക്ക് ഒരു മേൽക്കൈയുണ്ട്. ശരിക്ക് അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ പിന്നെ ഒരു ഫൈറ്റിന് സ്കോപ്പ് ഉണ്ടായിരുന്നു. ഈ ചാലക്കുടിയിൽ അവിടെ ഒരു കത്തോലിക്കൻ ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ, BD ദേവസി എന്ന് പറഞ്ഞാൽ പഴയ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ സാമുദായികമായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ദേവസി നല്ല പ്രതിച്ഛായുള്ള ആളാണ്. CPM ആണെങ്കിലും അങ്ങനെ വേറൊരു മോശം ട്രാക്ക് റെക്കോർഡുള്ള ആളല്ല. അപ്പോൾ ആ രീതിയിലൊരു സ്വീകാര്യത കിട്ടുമായിരുന്നു. പണ്ട് നമ്മുടെ ഇന്നസെൻ്റ് മത്സരിച്ച പോലെ, ലോനപ്പൻ നമ്മാടം മത്സരിച്ച പോലെ ഒരു കത്തോലിക്കനായ ഒരു സ്ഥാനാർത്ഥി വന്നിരുന്നത്. ഇത് അതും ഇല്ല. അപ്പോൾ അതൊരു, പക്ഷെ എന്നാലും ഒരു ഗ്രൗണ്ട് ലെവലിൽ കോൺഗ്രസിൻ്റെ ആ ഒരു ബാക്കപ്പ് ഉള്ളത്, കോൺഗ്രസിൻ്റെ നല്ല ബാക്കപ്പ് ഉണ്ട്. അതിൽ കയ്പമംഗലം എന്ന് പറഞ്ഞ ഒരു അസംബ്ലി സെഗ്മെൻറ്റ് മാത്രമേ CPM മേൽക്കൈയുള്ളൂ. അവിടെ നല്ല ഹോൾഡ് ഉണ്ട് താനും. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ രക്ഷയില്ല. പിന്നെ ചാലക്കുടി, അങ്കമാലി, അതുപോലെ പെരുമ്പാവൂർ, കുന്നത്തുനാട്, ആലുവ, അപ്പോൾ എല്ലാം ഒരു ഭയങ്കര കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാവുന്ന സീറ്റാണ് ചാലക്കുടി, എറണാകുളം. പെരുമ്പാവൂർ കുറേ ബംഗാളികളെയൊക്കെ വോട്ടിങ് അതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ കുന്നത്തുനാട് 2020 എന്ന് പറഞ്ഞൊരു പ്രതിഭാസം, അത് ബെന്നിക്ക് ഒരു ചെറിയ പരിധി വരെ തലവേദന ഉണ്ടാക്കും. അതൊരു എന്നാലും കഴിഞ്ഞ തവണത്തെ അത്ര ഒരു ഇല്ല, 2020 ഉണ്ടാവുന്നുള്ളതല്ല. പക്ഷെ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ ശരിക്കും ഈ സാബു ജേക്കബിൻ്റെ രാഷ്ട്രീയ എതിരാളി ബെന്നി ബെഹനാനാണ്, ശ്രീനിജനല്ല. ബെന്നിയുമായിട്ടാണ് ശരിക്കും പുള്ളിയുടെ സമരം ആരംഭിക്കുന്നത്. പുള്ളി വ്യവസായം നടത്തി സമാധാനമായിട്ട് ജീവിച്ചത്. തുടക്കത്തിൽ നമ്മൾ ആലപ്പുഴയെ കുറിച്ച് പറഞ്ഞില്ല. ആലപ്പുഴയെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് സംസാരിച്ചില്ല. അതെ, KC വേണുഗോപാൽ വരുമ്പോൾ അവിടെ കോൺഗ്രസിനൊരു അപ്പർ ഹാൻഡ് ലഭിക്കും എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ ആത്മവിശ്വാസം. അത് ശരിക്കും അതിലൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഇടുക്കിയെ പറ്റിയോ അല്ലെങ്കിൽ എറണാകുളത്തെ പറ്റിയോ ചാലക്കുടിയെ പറ്റി പറഞ്ഞ പോലെ ഒരു മണ്ഡലമല്ല ആലപ്പുഴ. ആലപ്പുഴ പണ്ട് മുതൽക്ക് ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ളൊരു സ്ഥലമാണ്. 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽക്ക് ഇടതുപക്ഷക്കാരാണ് ജയിച്ചിരുന്നത്. പിന്നീട് കോൺഗ്രസ് മുന്നണി ജയിച്ചപ്പോഴും അവിടെ ബാലകൃഷ്ണൻ, കൗമുദി ബാലകൃഷ്ണനാണ് ജയിച്ചത് 71. 77 ആദ്യമായിട്ടൊരു കോൺഗ്രസ്സുകാരൻ ത്രിവർണ്ണ പതാക പറപ്പിക്കുന്നത് VM സുധീരനാണ്. സുധീരനായിരുന്നു, അതൊരു ചെറിയ ആളല്ലല്ലോ. VM സുധീരൻ ഈ ബാലാനന്ദനെ തോൽപ്പിച്ചാണ് ജയിക്കുന്നത്. പിന്നെ അന്നൊരു കോൺഗ്രസ് തരംഗമായിരുന്നു. 20 സീറ്റിലും കോൺഗ്രസ് മുന്നണി ജയിക്കുന്ന സമയത്താണ് സുധീരൻ ജയിക്കുന്നത്. പിന്നീട് വക്കം പുരുഷോത്തമനാണ് പിന്നെ അവിടെ കോൺഗ്രസിന് വേണ്ടി ജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് VM സുധീരൻ തന്നെ വീണ്ടും വന്ന് ജയിക്കുന്നു. അങ്ങനെയാണ് ഒരു കോൺഗ്രസ് മണ്ഡലമായി മാറുന്നത്. പിന്നെ സുധീരൻ തോറ്റതിന് ശേഷം വീണ്ടും KC വേണുഗോപാൽ എന്ന മണ്ഡലം തിരിച്ചു പിടിക്കും. അപ്പോൾ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ 77 മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അതൊരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ്. ഇടയ്ക്ക് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇങ്ങനെ LDF ജയിച്ചിട്ടുണ്ട്. ഒരു തവണ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാനാണ് സാധ്യത. CPM സിറ്റിംഗ് സീറ്റ് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ KC വേണുഗോപാലിൻ്റെ ഒരു പ്രത്യേകത, പുള്ളിക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പണമുണ്ട്, ആൾ സ്വാധീനമുണ്ട്. ആലപ്പുഴയുടെ എല്ലാ മുക്കും മൂലയും സുപരിചിതമാണ്. പിന്നെ തീരദേശ മണ്ഡലമാണ്, അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്.
ഇതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ആരിഫ് മോശക്കാരനൊന്നുമല്ല, നല്ല കട്ടക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. 5 കൊല്ലമായിട്ട് MP ആണ്, നേരത്തെ MLA ആയിരുന്നു. ഗൗരിയമ്മയെ തോൽപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. ഇതൊക്കെ അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൽ മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ വരും. സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇരട്ടക്കൊലപാതകം നടന്ന സ്ഥലമാണ്. രാത്രി ശോഭാ സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥി. അതൊരു വലിയ ഘടകമാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥിയാണ്. ആർക്ക് പോകുന്നുള്ള ഒരു ചോദ്യം. അവർ പിടിക്കുന്ന വോട്ട് എവിടെ നിന്നായിരിക്കും എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ പിടിച്ച തവണ KS രാധാകൃഷ്ണൻ പിടിച്ചതും അതിന് മുമ്പ് തവണ ദിനകരൻ പിടിച്ചതുമായ വോട്ട് തീരപ്രദേശത്തുള്ള വോട്ടാണ്. ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന അത് മാത്രമായിരിക്കില്ല, അതിനേക്കാൾ കൂടുതലായിട്ടും പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ സാമുദായികമായ ഇഷ്യൂ മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു മണ്ഡലമാണ്. സാമുദായികമായ മുസ്ലിം പ്രതിഫലിക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ വളരെ ശക്തമായ മത്സരം നടത്തും. അതിനോട് വേണ്ടിയിട്ടാണ് വേണുവിനെ അവിടെ ഫീൽഡ് ചെയ്തിട്ടുള്ളത്. വേണു അല്ലാതെ ആര് മത്സരിച്ചാലും അവിടെ കോൺഗ്രസ് ജയിക്കില്ല. നമ്മൾ തൃശ്ശൂരിലേക്ക് വന്നാലോ? തൃശ്ശൂരിലേക്ക് വന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ്. ശരിക്കും ത്രികോണ മത്സരം നടക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലും നമുക്ക് അത്തരം പറയാൻ പറ്റില്ല. അതെ അതെ. അവിടുത്തെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ BJP സിനിമാ നടനായ സുരേഷ് ഗോപി മത്സരിപ്പിക്കുന്നു. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് ഏറ്റവും അവസാനം എത്തിയൊരു സ്ഥാനാർത്ഥിയായിരുന്നു. എന്നിട്ട് പോലും വല്ലാതെ നല്ലപോലെ പുള്ളിക്ക് വോട്ട് പിടിക്കാൻ കഴിഞ്ഞു. പിന്നെ നിയമസഭയ്ക്ക് മത്സരിച്ചു. ഇപ്പോൾ വീണ്ടും പാർലമെൻറ്റിലേക്ക് മത്സരിക്കും. എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി നേരിട്ട് വന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളുടെ തിരി കൊളുത്തിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഈ വധുവിൻ്റെ പിതാവാണല്ലോ സാറിന് എല്ലായിടത്തും കൈപിടിച്ചു കൊടുക്കുക. ആ ജോലി വരെ പ്രധാനമന്ത്രി നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി കൈപിടിച്ചു കൊടുത്ത ആദ്യത്തെ വധു സുരേഷ് ഗോപിയുടെ മകളാണ് എന്ന് പറഞ്ഞാൽ അത്രയും. അപ്പോൾ അവരുടെ ഒരു ഇൻറ്റിമസിയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി കല്യാണത്തിന് വന്നാലും അതെ. ഇപ്പോൾ പ്രേമേന്ദ്രൻ്റെ മകൻ്റെ കല്യാണത്തിനും പ്രധാനമന്ത്രി വന്നിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ കല്യാണത്തിന് ഡൽഹിയിൽ നടത്തിയപ്പോഴും പോയിരുന്നു. അതൊക്കെ ആ ഒരു ആളുടെ പ്രാധാന്യം കൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കല്യാണത്തിന് വന്നിട്ട് ചടങ്ങിൽ അതിൽ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞ പോലെ പുള്ളി നടത്തിയ ഒരു പ്രതിഷ്ഠ ഇതാണ്. മറ്റത് വാരണാസിയാണ്, മറ്റേ അയോധ്യയിലാണ്. പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥി എന്ന് വരെ പ്രധാനമന്ത്രിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്. ആ രീതിയിലുള്ള ഒരു സംഗതി അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. മുരളി വന്നതുകൊണ്ട് സത്യത്തിൽ മുരളിയോട് വളരെ സ്നേഹമുള്ള ആളാണ് ഞാൻ. പക്ഷേ അത് സത്യത്തിൽ മുരളി ചെയ്തതും പാർട്ടി ചെയ്തതും തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രതാപൻ 5 കൊല്ലമായിട്ട് ആ മണ്ഡലത്തിൽ ഉണ്ട്. അദ്ദേഹത്തിന് അത്ര വലിയ പ്രതിച്ഛായൊന്നുമില്ലെങ്കിലും ഈ തിണ്ണപ്പാസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത വീട്ടുകാരനും ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ തിണ്ണയിൽ വന്നിരിക്കാനുണ്ട്. അത് പ്രതാപനുണ്ട്, അത് മുരളിക്കില്ല. പ്രതാപൻ വോട്ട് പിടിക്കുന്ന നടന്നു ആളുകൾ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, ചേട്ട എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊന്നും മുരളിക്ക് വോട്ട് പിടിക്കാൻ പറ്റില്ല. മുരളീധരൻ ഒരു മാടമ്പിയാണ്, കരുണാകരൻ്റെ മകനാണ്. ഇങ്ങനെ സുനിൽകുമാർ ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രതാപനുള്ള ആ ഒരു അഡ്വാൻറ്റേജ് സത്യത്തിൽ മുരളിക്കില്ല. പിന്നെ ഈ കരുണാകരൻ്റെ ഫാമിലി, കരുണാകരൻ്റെ തട്ടക എന്നൊക്കെ പറയുമെങ്കിലും കരുണാകരനാവട്ടെ മക്കളാവട്ടെ ഒരിക്കലും തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടില്ല. 57 കരുണാകരൻ തോറ്റു, 96 കരുണാകരൻ പാർലമെൻറ്റിലേക്ക് തോറ്റു, 98 മുരളീധരൻ തന്നെ പാർലമെൻറ്റിലേക്ക് തോറ്റു. പിന്നീട് പത്മജ 2 പ്രാവശ്യം നിയമസഭയ്ക്ക് മത്സരിച്ച് 2 പ്രാവശ്യം തോറ്റു. ഇതാണ് ഈ ഫാമിലിയുടെ തൃശ്ശൂര് ഒരു എന്താണ് പ്രോഗ്രസ് കാർഡ്. പത്മജ എഫക്റ്റ് വേറെ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മുരളീധരനെ സംബന്ധിച്ചോളം പുള്ളിക്ക് തൃശ്ശൂർ ആ രീതിയിൽ കോണ്ടാക്ട്സ് ഇല്ല. കരുണാകരൻ്റെ മകൻ എന്നുള്ള പുള്ളിക്ക് ഏത് മണ്ഡലത്തിലും മത്സരിക്കാം. കേരളത്തിൽ ഇന്നിപ്പോൾ കോൺഗ്രസിന് ഏത് മണ്ഡലത്തിലും ഫീൽഡ് ചെയ്യാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് പുള്ളി ജയിച്ചിട്ടുണ്ട്, കോഴിക്കോട്ട് നിന്ന് ജയിച്ചിട്ടുണ്ട്, വടകരയിൽ ആരും ഇല്ലാത്ത സമയത്ത് അവിടെ പോയി മത്സരിച്ചു. ഇല്ലേ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കില്ല, സിദ്ദിഖ് മത്സരിക്കില്ല, വടകരയിൽ മത്സരിക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോഴാണ് ഉമ്മൻചാണ്ടി മുരളീധരനെ വടകരയ്ക്ക് കൊടുത്തത്.